ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നെത്തോലി തോരനാണ്. ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് നെത്തോലി, തേങ്ങ, ഒരു ബൗൾ തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, സവോള, കരിവേപ്പില, വറ്റൽമുളക്, കടുക്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നേരത്തെ എടുത്ത് വെച്ച ഒരു ബൗൾ തേങ്ങ, അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, ഉലുവ പൊടിച്ചത് ആവശ്യത്തിന്. അതിനുശേഷം നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അത് അതിൻ്റെ ആവശ്യത്തിന്, നമ്മളെടുക്കുന്ന തേങ്ങയ്ക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അതായത് നമുക്ക് അടുപ്പിലേക്ക് ചട്ടി വയ്ക്കാം. ഇനി ഇതൊന്ന് ചൂടാവാൻ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടായതിലേക്ക് നമുക്ക് എണ്ണ വീഴ്ത്താം. അതിനുശേഷം നമുക്ക് കടുക് ഇടാം. എണ്ണ ചൂടാവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറ്റൽമുളക് ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ചേർക്കാം. നല്ലോണം പാകമാകട്ടെ. അത് ശരിയായി. നമുക്കിനി നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ജസ്റ്റ് ഒന്ന് പച്ചമുളക് മാറുന്ന വരെ നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച സവാള രണ്ടെണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വേവാനായി ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ഇളക്കി വെക്കുക. ഇനി കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. ഉള്ളി വേവുന്നതിനായി നമുക്ക് അടച്ച് വെക്കാം. ഇനി ഏകദേശം എന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെത്തോലിയും കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കും. നമുക്കിത് വേവാനായി ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് ഇതിനി പാകമായൊന്ന് നോക്കാം. നമ്മൾ അഡീഷണൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. നെത്തോലിയും സവാളയും ഇറങ്ങിയ വെള്ളം മാത്രമാണിത്. ഇത് വേവാൻ ഇതിൻ്റെ ആവശ്യം മാത്രം മതി. നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട. കണ്ടോ, കുറച്ചുകൂടെ കിടക്കുമ്പോൾ നമുക്ക് വെന്ത് കിട്ടും. കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം നമുക്കത് വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇളക്കി പരുവാകുന്ന രീതിയാകുമ്പോൾ നമുക്ക് കുറച്ച് നേരം അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് അടപ്പ് തുറന്നൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. നമുക്ക് കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ടേസ്റ്റി ആൻഡ് സ്പൈസി നെത്തോലി തോരൻ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി കൂടി നോക്കണം.